സ്വാഗതം. ടോപ്പ് ന്യൂസിലേക്ക് വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ഉജ്ജ്വല തുടക്കം. ഫെഡറലിസത്തെ തകർക്കുന്ന മോദി സർക്കാർ ന്യൂനപക്ഷങ്ങളെ രണ്ടാക്കിട പൗരന്മാരായി തരംതിരിക്കുന്നുവെന്ന് പ്രകാശ് കാരാട്ട്. രാജ്യത്തെ നിയോ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും കാരാട്ട്. BJP രാജിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ ഒരുമിച്ച് പോരാടണമെന്ന് D. രാജ. Of RSS and among with several other organizations known as Sangh Parivar. The Sangh Parivar shares a fascist contempt for democracy. Sangh Parivar, they share the fascist contempt for democracy and believes in making representative institutions like the parliament redundant. Parliament is becoming increasingly redundant. Corporate ruled India where majoritarianism and ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരിവേട്ട. ഹാഷിഷും ഹെറോയിനും ഉൾപ്പെടെ 2500 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. പ്രതി തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം. തസ്ലീമയ്ക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമെന്നും എക്സൈസ്. വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ. ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. ബില്ല് അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന് പ്രതിപക്ഷം. കോൺഗ്രസിന്റെ കമ്മിറ്റി പോലെയല്ല പാർലമെന്റിലെ ചർച്ചകളെന്ന് അമിത്ഷായുടെ പരാമർശം. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റേതെന്ന് കെ രാധാകൃഷ്ണൻ MP. പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെക്കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ലിനെതിരെ CPIM ശക്തമായി പോരാടുമെന്ന മുഹമ്മദ് യൂസഫ് തരിഗാമി. Extraordinary situation because of there is a huge authoritarian regime, BJP regime working at the national level and many of the states as well. So pursuing the policies which we strongly feel that it is detrimental to the larger interests of the country as a whole, and it is besides working in a direction which goes against the constitutional order of the country. As of now, കെ സുരേന്ദ്രനെ ഒതുക്കാൻ രാജീവ് ചന്ദ്രശേഖർ. സുരേന്ദ്രന്റെ വിശ്വസ്തരെ BJPയിലെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി. IT മീഡിയ കൺവീനർ സ്ഥാനങ്ങളിൽ നിന്ന് സുരേന്ദ്രൻ അനുകൂലികളെ വെട്ടി. അനൂപ് ആന്റണിക്ക് പകരം ചുമതല. ആശാവർക്കറുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. ആശമാരുടെ എല്ലാ സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. ചർച്ച നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്.
റീസെൻസറിംഗിന് ശേഷവും എമ്പുരാൻ ദേശവിരുദ്ധമെന്ന് ആവർത്തിച്ച് RSS. എമ്പുരാൻ ഹിന്ദുത്വ വിരുദ്ധവും ക്രിസ്ത്യൻ വിരുദ്ധതയും പ്രചരിപ്പിക്കുന്നുവെന്നും ഓർഗനൈസർ. എമ്പുരാന് പിന്തുണയുമായി നടി ഷീല. എമ്പുരാൻ അഭിമാന സിനിമയെന്നും ഷീല. കല്ലേറിയോ നല്ല പടം, ഒരു നിമിഷം കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നല്ല പടമാണ്. ഇത് നടന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ ആ ഗർഭിണി പെണ്ണിനെ പറ്റിയൊക്കെ നടന്ന കാര്യങ്ങളല്ലേ, അതല്ലേ പിന്നെ അവരെടുത്തത്. എല്ലാം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം എടുക്കുന്നു അവർ. മലയാളത്തിൽ ഇത്രയും വലിയൊരു പടം വന്നതിനെ നമ്മളാൽ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. കുറേ മാമ്പഴമുള്ളൊരു മരത്തിലെ കല്ലെറിയത്തുള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ ലംഘനവുമാണ് നടക്കുന്നതെന്ന് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് MP. Cuts resorted to because the threats and even the protagonists of the movies were depicted as anti-nationals. If this is a situation in this country, I am fearing that the freedom of speech and expression which is granted to the people would be in peril. So I urge upon this house to see that such incidents doesn't happen. Even trolls and comedies are being deprecated. I would just say that a movie which was censored and released in the theatre. എമ്പുരാൻ സിനിമയ്ക്കെതിരെ പാലക്കാട് സ്വദേശി NIAക്ക് പരാതി നൽകി. സിനിമ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ദേശീയ ഏജൻസികളെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും പരാതിയിൽ. സിനിമ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്നും പരാതി. 10 കോടിയുടെ സമ്മർ ബമ്പർ SG 513715 നമ്പർ ടിക്കറ്റിന്. ഒന്നാം സമ്മാനം അടിച്ചത് പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന്. വാളയാർ കേസിൽ പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. CBIയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് കടന്ന പ്രതിയെ പിടികൂടി. 1.5 വർഷത്തിന് ശേഷമാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രതി സുഹൈലിനെ പിടികൂടിയത്. മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ നാട്ടിലെത്തിച്ചു. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി. 28 ദിവസത്തിന് ശേഷമാണ് നോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കൊല്ലത്ത് BAMS വിദ്യാർത്ഥിനി വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി കിരൺകുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാരിനാണ് കോടതി നോട്ടീസ് അയച്ചത്. കേസിൽ തനിക്കെതിരെ തെളിവില്ല എന്നാണ് കിരണിന്റെ വാദം. കിരണിനായി അഭിഭാഷകൻ ദീപക് പ്രകാശ് കോടതിയിൽ ഹാജരായി. തൃശൂർ കുന്നംകുളത്ത് കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. AB മാളിൽ പ്രവർത്തിക്കുന്ന ഇന്റിമേറ്റ് മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. രാവിലെ 7:30യോടെയായിരുന്നു സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംസ്ഥാന മന്ത്രിസഭ 4ാം വാർഷികത്തിന്റെ പാലക്കാട് ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു പരിക്കേൽപ്പിച്ചു. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണം. പരിക്കേറ്റത് ബസ് ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സംഭാവന പെട്ടി മോഷ്ടിച്ചു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. മരുന്ന് വാങ്ങാനെന്ന വ്യാജേന എത്തി മോഷണം നടത്തുകയായിരുന്നു. സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ യൂട്യൂബ് ചാനലിലൂടെ വിശദീകരണവുമായി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. ഭീഷണി തുടർന്നപ്പോഴാണ് വോയിസ് മെസ്സേജ് അയച്ചതെന്നും ഷാൻ റഹ്മാൻ.